നേരെ കൂട്ടില്ല, കാറ്റ് പോകാൻ കൂട്ടില്ല, കൂട്ടില്ല, നേരെ കൂട്ടില്ല. ഹലോ, അപ്പൊ ഇന്ന് ഞങ്ങൾ ടൗൺ വരെ പോവാണ്. ഇറങ്ങാൻ നിൽക്കുമ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്. ഞങ്ങൾ അക്കോരത്തിട്ട് മീനുകളെല്ലാം ചത്തുപോയി. പിന്നെ ലൈറ്റും ഫിൽറ്ററൊക്കെ കുറേ ദിവസമായി കേടായിരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇന്ന് ടൗണിൽ പോയിട്ട് ലൈറ്റും ഫിൽറ്ററും പിന്നെ മീനും വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നിന്ന സമയത്ത് നല്ല മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കി. പക്ഷേ മഴ തീരെ കുറഞ്ഞിട്ടില്ല, നല്ല ശക്തിയിൽ പെയ്തുകൊണ്ടിരിക്കുക. ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങുക ചെയ്തത്. പോകുന്ന വഴിക്കാണെങ്കിൽ നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു. പിന്നെ അവിടെ എത്തിയപ്പോൾ തന്നെ വേഗം ഞങ്ങൾ ഷോപ്പിലേക്ക് പോയി. അപ്പോഴേക്കൊക്കെ മഴ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മക്കളാണെങ്കിൽ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. മീക്കുട്ടിയും കൂട്ടി ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മക്കൾക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ കിളികളിയൊക്കെ കണ്ടപ്പോൾ അതിൽക്കൂട്ടനൊന്ന് തൊട്ട് നോക്കുന്നൊക്കെ ഉണ്ട്. അവർക്കറിയില്ലല്ലോ, അവരാദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നതും അടുത്തുനിന്ന്. ഇങ്ങനെ ഈ കാർട്ടൂണിലും അല്ലെങ്കിൽ ടി വിയിലൊക്കെ കാണുക എന്നല്ലാതെ നേരിട്ട് കാണുന്നത് അവരാദ്യമായിട്ടാണ്. അപ്പോൾ കുറേ കിളികളും പിന്നെ പേർഷ്യൻ ക്യാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവർക്ക് ശരിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പോയതുകൊണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ കാര്യമായിട്ട് ഇത് വാങ്ങാനല്ലല്ലോ വന്നത്. മീക്കുട്ടിയാണെങ്കിൽ ഇതൊക്കെ കണ്ടപ്പോൾ എല്ലാം അവൾക്ക് വേണം, വാങ്ങുകയെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഒന്നാമത് ഞങ്ങൾക്ക് നോക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. വാങ്ങിച്ചിട്ട് നമുക്ക് നോക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വെറുതെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതൊന്നും വാങ്ങിയിട്ടില്ല. കുറച്ച് ഒരു അക്വേറിയത്തിൽ ഇങ്ങനെ ഫിഷിനെ വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് മെയിനായിട്ട് പോയത്. കുറേ ദിവസമായി അതിങ്ങനെ അതിൽ എല്ലാ ഫിഷും ഒക്കെ ചത്തുപോയത് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ അതിനുള്ളിൽ കയറിയ സമയത്ത് ഒരുപാട് മീനുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ഒരു കളറുള്ള ഫിഷാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ടെട്രാ ഫിഷിനെയാണ് ഞങ്ങൾ വാങ്ങിച്ചത്. അത് ഇപ്പോൾ കോമൺ ആയിട്ട് നമ്മളെല്ലാവരും വാങ്ങുന്ന ഫിഷാണല്ലോ. അപ്പോൾ മക്കൾക്ക് അത് രസമല്ലേ അതിൻ്റെ കളറൊക്കെ കാണുന്ന സമയത്ത്. അതുകൊണ്ട് അതിൻ്റെ എല്ലാ കളറും ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചു. അങ്ങനെ അതിരിക്കുട്ടൻ ഇതിനെയൊക്കെ കണ്ടിട്ട് ഭയങ്കര അത്ഭുതത്തോടു കൂടി നോക്കുകയാണ്. നെയ്മോളും അതിരിക്കുട്ടൻ്റെ കൂടെ തന്നെ അങ്ങനെ നടന്ന് കളിക്കുന്നുണ്ട്. അങ്ങനെ മീക്കുട്ടി കളറൊക്കെ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഏതൊക്കെ കളറാണ് വേണ്ടതെന്ന് ചോദിച്ച സമയത്ത് അതൊക്കെ നോക്കി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നമ്മുടെ ഓസ്കാറാണ് ഇത് കാണുന്നത്. അപ്പോൾ അത് നമ്മൾ മൂവ് ചെയ്യുന്നതനുസരിച്ച് അത് നമ്മുടെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടു നിന്ന് കുറച്ച് നേരം. അപ്പോൾ നന്ദുവേട്ടനായാലും നല്ല ഇഷ്ടമാണ്, ഈ പെറ്റ്സിനെയൊക്കെ നല്ല ഇഷ്ടമാണ്. പക്ഷേ ഈ ഒരു പ്രശ്നം കൊണ്ടാണ്, നമ്മൾ നോക്കാൻ കഴിയാത്തൊരു പ്രശ്നം കൊണ്ടാണ് ഞങ്ങളിതൊന്നും വാങ്ങാതിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വേഗം മടങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളെ ഫിഷ്. കളർഫുൾ ആയിട്ടുള്ള ഫിഷുകളെയാണ് ഞങ്ങൾ വാങ്ങിയത്. നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് അക്വേറിയം ഒന്ന് നന്നാക്കിയിട്ട് വീണ്ടും മാറ്റി വെള്ളം നിറച്ചു. പക്ഷെ മീനിനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഇടാൻ പോവുകയാണ്. അപ്പോൾ അക്വേറിയത്തിൽ ഓൾറെഡി വെള്ളം നിറച്ചു. നമ്മൾ കിണറിൽ കോരിയിട്ടാണ് നിറച്ചത്. ടാങ്കിൽ നിന്ന് ഡയറക്റ്റ് എടുക്കാനാണ് വിചാരിച്ചു. അപ്പം വെള്ളം നിറച്ചിട്ടുണ്ട്. ഇപ്പം മീനെടുക്കാം. ഫിൽറ്ററും ഇതൊക്കെ കേടായിട്ടുണ്ടായിരുന്നു അല്ലേ? ഫിൽറ്ററും ലൈറ്റും ഒക്കെ ലൈറ്റ് കേടായിട്ടുണ്ടായിരുന്നു. അപ്പം അത് വേറെ വാങ്ങി. അപ്പോൾ ഞങ്ങൾ മീന് ഫംഗസൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മെത്തേഡ് വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ മീനിടാം. പഴയ ലൈറ്റ് കേടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയ ലൈറ്റ് വാങ്ങിയിട്ട് അത് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഏകദേശം ക്ലീനായി, ലൈറ്റും ഫിൽറ്ററൊക്കെ വെച്ചു. ഇനി നമുക്ക് മീൻ അതിലേക്ക് ഇടാം.
ബിബിനെ പേ ചെയ്തിട്ടുണ്ട് കേട്ടോ. കടിച്ച് വെള്ളം ഒഴിവാക്കി. വെള്ളം മാക്സിമം ഒഴിവാക്കിയിട്ട് മീനെ വന്നിട്ടാണ്. അതികൂടെ നീന്ന് ഇടണോ? അതികൂടെ ഇടണോ? നീ കുട്ടീനെ ഒന്ന് അതിരിക്കുട്ടീനെ നേക്കുട്ടി വിട്ടോട്ടെ. ആ നേമോളെ കയ്യില് അപ്പം ഞങ്ങൾ അക്വേറിയൊക്കെ റെഡിയാക്കി ഫിഷിനെയൊക്കെ അക്വേറിയത്തിൽ ഇട്ട്. അപ്പോൾ ഫിഷ് നല്ല എനർജിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി കളിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, താഴെയുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. ബൈ.